കേരള സർവകലാശാല രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിന്റെ ഔദ്യോഗിക വാഹനം പിടിച്ചെടുക്കാനുള്ള നീക്കം പൊളിഞ്ഞതോടെ പുതിയ നീക്കവുമായി വൈസ് ചാൻസലർ മോഹനന് കുന്നുമ്മല്. രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെ ഒഴിവാക്കി മോഹനന് കുന്നുമ്മല് ഓൺലൈൻ യോഗം വിളിച്ചു. എസ്.എൻ. ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലെ 4 കുട്ടികൾക്കാണ് H1N1 രോഗം സ്ഥിരീകരിച്ചത്. 4 പേരും ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കാർഷിക മേഖലയിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച കേന്ദ്രം. പ്രധാനമന്ത്രി ധൻധന്യ യോജനയ്ക്ക് 24,000 കോടി രൂപ മന്ത്രിസഭ അംഗീകരിച്ചു. 100 കർഷക ജില്ലകൾ വികസിപ്പിക്കാൻ 24,000 കോടി രൂപ വകയിരുത്തും. ഓരോ സംസ്ഥാനത്തുനിന്നും കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും പദ്ധതിക്കായി തിരഞ്ഞെടുക്കും. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെ മുതൽ വടക്കന് കേരളത്തിലെ മഴയുടെ ശക്തി വർദ്ധിച്ചേക്കും. ഈ മാസം 19 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട് സർക്കാർ ഉത്തരവ്. എറണാകുളം കളക്ടറേറ്റിലെ ക്ലർക്ക് വിഷ്ണുപ്രസാദിനെയാണ് സർവീസിൽ നിന്നും നീക്കം ചെയ്തത്. 2018 പ്രളയ ദുരിതാശ്വാസ ധനസഹായത്തിലെ ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവെച്ചു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലെ വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിഷയത്തിലെ വിഭഞ്ചികയുടെ അമ്മ ശൈലജ കോൺസുലേറ്റിന്റെ അടിയന്തര ഇടപെടൽ തേടിയിരുന്നു. കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കാൻ വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് ശ്രമിക്കുന്നു. ഇത് തടയാൻ കോൺസുലേറ്റ് ഇടപെടണമെന്നായിരുന്നു ആവശ്യം. 2 മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കണമെന്നും ഷാർജയിലുള്ള ശൈലജ പറഞ്ഞു. യമനിലെ വധശിക്ഷ കാത്ത് കഴിയുന്ന മലയാളിയായ നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിനുള്ള അവസാന ശ്രമത്തിലാണ് കേരളം. ഒരു ജീവനെ രക്ഷിക്കാനുള്ള തീവ്രശ്രമത്തിന് പിന്തുണയുമായി എത്തിയ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ പ്രതീക്ഷകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ യമന ഭരണകൂടം ഉത്തരവിട്ടു കഴിഞ്ഞു. എല്ലാവരും കൈയൊഴിഞ്ഞ് മരണത്തെ മുഖാമുഖം കണ്ടിരുന്ന നിമിഷപ്രിയയുടെയും അവരുടെ ബന്ധുക്കളുടെയും ജീവിതത്തിലെ നേരിയൊരു പ്രകാശമാണ് കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ ഉണ്ടായത്. സുരേഷ് ഗോപിയുടെ JSK ബുക്കിംഗ് ഇന്നു മുതൽ. സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തത്. റിലീസ് ചെയ്ത് 24 മണിക്കൂർ ആകുമ്പോഴേക്കും യൂട്യൂബിലും സമൂഹമാധ്യമങ്ങളിലും ട്രെയിലർ ട്രെൻഡിംഗായി നിൽക്കുകയാണ്. ഇതിനകം 4 ലക്ഷത്തിലധികം കാഴ്ചക്കാരിയാണ് യൂട്യൂബിൽ നിന്ന് മാത്രം ട്രെയിലർ നേടിയത്. ജൂലൈ 17 ആഗോള റിലീസായെത്തുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഇന്നു മുതൽ ആരംഭിക്കും. സുരേഷ് ഗോപി, ഡേവിഡ് ആബേൽ ഡോണോവൻ എന്ന വക്കീൽ കഥാപാത്രമായി വേഷമിടുന്ന ചിത്രത്തിൽ അനുപമ പരമേശ്വരൻ, ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് നായിക കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിനെ വീണ്ടും വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാമെന്ന് റഷ്യയും പ്രസിഡന്റ് പുടിനും തെറ്റിദ്ധരിപ്പിച്ചത് 4 തവണയാണെന്നും BBC-ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ട്രംപിന്റെ ആരോപണങ്ങളെന്നത് ശ്രദ്ധേയമാണ്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് തുടർന്നതോടെയാണ് ഉപരോധ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചതെന്നും ട്രംപ് വിവരിച്ചു. നാറ്റോ സൈനിക സഖ്യം കാലഹരണപ്പെട്ടിട്ടില്ലെന്നും മറിച്ചാണിപ്പോൾ തനിക്ക് തോന്നുന്നതെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. ചരിത്രം കുറിച്ച ദൗത്യം പൂർത്തിയാക്കി ആക്സിയം 4 സംഘം ഭൂമിയെത്തൊട്ടു. ഇന്ത്യന് സമയം 3 മണിയോടെ കാലിഫോർണിയയ്ക്ക് അടുത്ത് സാന്റിയാഗോ തീരത്തിനടുത്തായിരുന്നു സ്പ്ലാഷ് ഡൗൺ. സഞ്ചാരികളെല്ലാം സുരക്ഷിതരായി തിരിച്ചെത്തി. ഇതോടെ ആക്സിയം 4 ദൗത്യം വിജയകരമായി പൂർത്തിയായി. In microgravity, while in space, as gravity and other environmental factors start affecting their bodies.